തിരുവല്ല കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന ബിലീവേഴ്സ് ചർച്ചിൻ്റെ KP യോഹന്നാൻ, ഞാൻ അദ്ദേഹത്തെ പറ്റി പല വീഡിയോകളും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഞാൻ തന്നെയാണ് അയാളെപ്പറ്റി അന്വേഷണം നടത്തിയത്. അകത്ത് അവിടെ കയറിയിട്ട് അവരുടെ ജോലിക്കാരനായിട്ട് മാറി. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ആർക്ക് വേണ്ടിയാണ് ചെയ്ത്. അമേരിക്കയിലുള്ള ഒരാൾ, ഒരു ഗ്രൂപ്പ് എന്നെ സമീപിക്കുന്നു, അവർക്ക് വേണ്ടിയാണ് ഞാനിത് 2013 കയറി സംഭവങ്ങളെല്ലാം തപ്പിയെടുക്കുന്നത്. പിന്നീട് ഞാനത് അവിടെ സബ്മിറ്റ് ചെയ്യുന്നു. അതിനുശേഷമാണ് ടെക്സാസ് കോർട്ട് 2019 KP യോഹന്നാനെതിരെ വിധി പുറപ്പെടുവിക്കുന്നു. ഫണ്ട് കളക്ട് ചെയ്ത പല ആൾക്കാരും, കേസ് കൊടുത്തവരുടെ 37 മില്യൺ ഇയാൾ തിരിച്ചു കൊടുക്കേണ്ടി വരുന്നു. ഇപ്പം പല കോൺട്രവേഴ്സി ഉണ്ടായിരുന്ന കേരളത്തിൽ പല യൂട്യൂബേഴ്സ് പറഞ്ഞ് അദ്ദേഹത്തെ കൊന്നതാണ്. മറ്റു പല കേരളത്തിലുള്ളവർക്ക് അതിൻ്റെ അകത്ത് പങ്കുകളുണ്ട്. ഇപ്പം ബേസിക്കലി അതൊക്കെ എനിക്ക് തോന്നുന്നത് ബേസ്ലെസ് അലിഗേഷന്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ പല സുഹൃത്തുക്കളെ ഈ KP യോഹന്നാനുമായിട്ട് അമേരിക്കയിലുള്ള ഡോണേഴ്സ്, ചില ചർച്ചകൾ, ഇവരുമായിട്ടൊക്കെ സംസാരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അമേരിക്കയിൽ പോയപ്പോഴും ഞാൻ ചോദിച്ചു, എന്താണ് ഈ KP യോഹന്നാനെ പറ്റി ഇപ്പോഴുള്ള കോർട്ടിൻ്റെ വിധിയും അയാൾക്കെതിരെ വിധി വന്നു, അപ്പം എന്താണ് പൊതുവെ ഉള്ള അഭിപ്രായം. അപ്പം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. NAR, ന്യൂ അപ്പോസ്റ്റലിക് റിഫോർമേഷൻ. ഈ KP യോഹന്നാനെ അവിടുത്തെ ന്യൂ അപ്പോസ്റ്റലിക് റിഫോർമേഷൻ്റെ ആക്റ്റീവ് മെമ്പറായിരുന്നു. അതിൻ്റെ പേരിലാണ് വളരെയധികം റേഡിയോ ചാനലിൽ കൂടെ അദ്ദേഹം പ്രഭാഷണം നടത്തിയിരുന്നത്. വളരെ ആക്റ്റീവായിരുന്നു KP യോഹന്നാൻ ഈ ന്യൂ അപ്പോസ്റ്റലിക് റിഫോർമേഷൻ്റെ അകത്ത്. നിങ്ങൾ മനസ്സിലാക്കണം, അമേരിക്കയിൽ നിന്നും പുറത്തോട്ട് ഏറ്റവും കൂടുതൽ ഫൈനാൻസ്, സാമ്പത്തികം സ്വരൂപിച്ചയാളാണ് ഈ KP യോഹന്നാൻ. അതായത് ഈ ബിലീവേഴ്സ് ചർച്ചും ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന് പറഞ്ഞാൽ നിങ്ങളതിനെ തമാശയായിട്ട് തള്ളിക്കളയരുത്. അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ എല്ലാ വർഷവുമുള്ള പ്രയർ ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിങ്ങിന് പല ആവർത്തി ക്ഷണം കിട്ടിയ ആളായിരുന്നു KP യോഹന്നാൻ. ഇപ്പോഴും അവസാനം അദ്ദേഹം മരിച്ചു കഴിഞ്ഞു. അതിന് ശേഷവും തൊട്ട് മുമ്പും വിധിയൊക്കെ വന്ന ശേഷം ഇദ്ദേഹത്തെ ഈ ഗോസ്പൽ ഫോർ ഏഷ്യ, അവിടെയുള്ള ഇവാഞ്ചലിക്കൽ ഒരു ഫോറമുണ്ട്, അതിൻ്റെ അകത്തൊക്കെ ഇയാളെടുത്ത് മാറ്റാൻ കാരണം ബേസിക്കലി ഞാൻ കൊടുത്ത റിപ്പോർട്ടിനകത്ത് ആധികാരികമായ റിപ്പോർട്ടായിരുന്നു. കാരണം എവിടൊക്കെയാണ് ഇദ്ദേഹം സ്ഥലം വാങ്ങിക്കൂട്ടി. കാരണം ഇദ്ദേഹം പണം പിരിച്ചത് മുഴുവനും ചാരിറ്റിക്ക് വേണ്ടിയാണ്. ഹ്യൂജ് എമൗണ്ടാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ NAR എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഭയങ്കര റിച്ചായിട്ടുള്ള ആൾക്കാരുണ്ട് ന്യൂ അപ്പോസ്റ്റലിക് റിഫോർമേഷൻ്റെ അകത്ത്. അപ്പോൾ അവരുടെ ചർച്ചകളിൽ കൂടെയൊക്കെ ഈ ഗോസ്പൽ ഫോർ ഏഷ്യക്ക് ഭയങ്കരമായിട്ട് പണം ഒഴുകി. ഇയാളെ പൂർണ്ണമായിട്ടങ്ങ് വിശ്വസിച്ചു. ഇദ്ദേഹം ഗോസ്പലിന് വേണ്ടി നിൽക്കുകയാണ്, ചാരിറ്റിക്ക് വേണ്ടി നിൽക്കുകയാണ്. ഇപ്പം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് അവർക്ക് രീതിയിലുള്ള ആളുകളെ മാറ്റിയെടുക്കാനല്ലോ. പക്ഷേ ഉണ്ടായ സംഭവം, യോഹന്നാൻ നേരെ തലതിരിച്ചു. ആദ്യം തുടക്കത്തിലൊക്കെ ഇയാൾ കുഴപ്പമില്ലായിരുന്നു. പിന്നീട് സ്വയമായിട്ട് ദൈവമാകാനുള്ള ശ്രമമായി. സ്വന്തം ബിഷപ്പാകുന്നു, കൈമുത്താകുന്നു, അതാകുന്നു. സ്വന്തമായിട്ട് പുള്ളി അങ്ങ് സെയിൻ്റ് ആകാൻ അങ്ങ് ശ്രമിച്ചു. പുള്ളിയുടെ പഴയ കാലമൊന്നും ഞാൻ പറയുന്നില്ല. അവസാനം എന്താ, യോഹന്നാൻ മരിച്ചപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അമേരിക്ക ഏറ്റവും വെറുക്കപ്പെട്ട സുവിശേഷകനായിരുന്നു KP യോഹന്നാൻ. അത്രമാത്രം വെറുപ്പായിരുന്നു ഇയാളോട്. അവർക്ക് ഇയാളെ പിന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. ഇയാൾ പല ഗിമിക്സും ഒക്കെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞപ്പോഴും അവിടെയുള്ള ഒരു ചർച്ചകളും ഈ KP യോഹന്നാനെയോ അതേപോലെ അയാളുടെ ഗ്രൂപ്പ് അംഗങ്ങളെ അടുപ്പിച്ച്. അതിൻ്റെ പേരിൽ എന്തോ ഉണ്ടായി, വലിയൊരു പോഷായിട്ടൊരു 20 മില്യൺ മുടക്കി ഒരു ക്യാമ്പസ് ഉണ്ടായി വിൽസ് പോയിന്റിൽ. അതിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി രാവിലെ നടക്കാൻ വേണ്ടി റോഡിലോട്ട് ഇറങ്ങിയപ്പോഴാണ് ആക്സിഡൻ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ പറയുന്ന പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കണം. എന്താ പറയുന്നത്, അയാൾക്ക് ദൈവം കൊടുത്ത പണിഷ്മെൻ്റാണ്, ദൈവമാണ് അയാളെ കൊന്നത്, അല്ലാതെ ആ ട്രക്ക് ഡ്രൈവർ ദൈവമായിട്ട് വന്ന് കൊന്നതാന്ന് തന്നെ പറയുന്ന ആൾക്കാരുണ്ട്. കാരണം അമേരിക്കൻസിനെ ഏറ്റവും കൂടുതൽ ചീറ്റ് ചെയ്തു. പണമെല്ലാം കൊണ്ടുപോയി ഇയാളുടെ പേഴ്സണൽ പ്രോപ്പർട്ടിയും അതും ഇതും സ്ഥലം ഇന്ത്യയിൽ മുഴുവനും അങ്ങ് വാങ്ങിക്കൂട്ടി. അതായത് അവരെ പറഞ്ഞ് കബളിപ്പിച്ചു. കുട്ടികൾക്ക് വേണ്ടി പണം വാങ്ങുന്നു, അവർക്ക് വേണ്ടി പണം വാങ്ങുന്നു,
ഇയാളിന്ന് മില്യനെയർ ബില്യണർ രീതിയിലോട്ടങ്ങ് പോയി. എത്രയോ മില്യൺസ് ആയിരുന്നു ഇന്ത്യയിലെ ബാങ്കുകളിൽ KP യോഹന്നാൻ ഉണ്ടായിരുന്ന ഡിപ്പോസിറ്റ്. അവിടുന്ന് ഈ വന്ന പണം അങ്ങ് ഒഴുകുമായിരുന്നു. അപ്പോൾ ഈ ആൾക്കാർ പുള്ളിയെ പൂർണ്ണമായിട്ടും അങ്ങ് വിശ്വസിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴാണ് ആൾക്കാർക്ക് ഷോക്കായത്. അപ്പോൾ ഡേവിഡ് കാരഡ് എന്ന് പറഞ്ഞ ഒരാൾ നേരത്തെ KP യോഹന്നാൻ്റെ ഗോസ്പൽ ഫോർ ഏഷ്യയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ഏത് അമേരിക്കയിൽ. അപ്പം അയാളുടെ ഒരു അടുത്ത സുഹൃത്ത് ഞാനുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ നേരിട്ട് കണ്ടു. അപ്പോൾ പറയുന്നത് അവിടെയുള്ള ഏകദേശം 350-400ഓളം പേരവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു വോളണ്ടിയേഴ്സായിട്ട്. അതായത് KP യോഹന്നാൻ്റെ കൂടെ അവരുടെ വസ്തുക്കളും സ്വത്തും എല്ലാം വിറ്റ് KP യോഹന്നാൻ്റെ ഗോസ്പൽ ഫോർ ഏഷ്യയ്ക്ക്. കാരണം ഒരു മിഷനാണ് സംഭവം. അപ്പോൾ ഹ്യൂജ്, കാരണം പണം പോലും വാങ്ങാതെ അവരവിടെ വർക്ക് ചെയ്യുവാണ്. അവിടെ നിന്ന് പലയിടത്തും പോയി പണം കളക്ട് ചെയ്യാനും ഈ KP യോഹന്നാനെ പറ്റി പറയുവാനും ഗോസ്പൽ ഫോർ ഏഷ്യ സംഭവത്തെ പറ്റി പറയുവാനും. അതിൽ ഒരു 5% ഇല്ലാതെ മുഴുവൻ പേരും വിട്ടുപോയി. മുഴുവൻ പേരും. കാരണം അവരെല്ലാം ചതിക്കപ്പെട്ടു. ഇവരെല്ലാം വോളണ്ടിയറായിട്ടാണ് ജോലി ചെയ്യുന്നത്. അവർ ചതിക്കപ്പെട്ടു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന ന്യൂ അപ്പോസ്റ്റലിക് റിഫർമേഷൻ്റെ അകത്തുള്ള ഗ്രൂപ്പുകാർ പറയുന്നത് ഇയാളെ ഒരു കാരണവശാലും അടുപ്പിക്കാൻ പറ്റത്തില്ല. ഇയാൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇയാൾക്കെതിരെ എടുത്ത പണം ഇത്രയും പിടിച്ചെടുത്ത്, ഇതൊക്കെ അവിടെ ബേസിക്കലി അവർക്കതിൽ താല്പര്യമാണ്. കാരണം അത്രമാത്രമാണ് ചതിവ്. ഇയാൾ കരഞ്ഞും കാലും പിടിച്ച് ഇന്ത്യയിലെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കണം. അതായത് ഇന്ത്യയിലെ പട്ടിണിയാണ് മുഴുവനും പുള്ളി അവിടെ നികത്തിയത്. ഇന്ത്യയിലെ പട്ടിണിയും പരിവട്ടവും പ്രശ്നവും അതും മനസ്സിലായാലും ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പല ആൾക്കാരും പോയി അമേരിക്കയിൽ പല ആൾക്കാരും പോയി കബളിപ്പിച്ച് അവിടുന്ന് പണം അടിച്ചു മാറ്റി സ്വന്തം പേരിലാക്കി ലാവിഷ് ലൈഫ്. 20 മില്യൻ്റെ ഒക്കെ ഒരു ക്യാമ്പസ് വളരെ ഉൾഭാഗത്തോട്ട് പോയി വിൽസ് പോയിന്റിൽ പണിയുന്നു. അതിന് അയാളുണ്ടാക്കിയ കള്ളക്കഥ എന്താണ്? ആ പണം അവിടെ അമേരിക്കയിൽ നിന്നും അല്ല, കേരളത്തിൽ നിന്നും അങ്ങോട്ട് പോയി. അതായത് വല്ലാത്ത കള്ളം. നിങ്ങൾക്കറിയാം, 20 മില്യൺ നിന്നും കേരളത്തിന് ഇയാളുടെ ചർച്ചിൽ കിട്ടുന്ന ഓഫറിങ്സ് സ്തോത്രകാഴ്ചയാണെന്നും പറഞ്ഞാണ് ഇയാൾ അയച്ചേക്കുന്നത്. അതൊക്കെ ഞാനാ പൊളിച്ചടുക്കിയത്. ഇയാൾക്ക് എത്ര പേരുണ്ട്? ഇയാൾ പറയും 30 ലക്ഷം പേര് ചർച്ച് മെമ്പേഴ്സ്. എക്സാക്റ്റ് കണക്ക് ഞാൻ എടുത്തു കൊടുത്തു, എത്ര ഉണ്ട് എക്സാക്റ്റായിട്ട്. അപ്പോഴാണ് അവർ ഞെട്ടുന്നത്. മുഴുവൻ അവർ കബളിപ്പിക്കപ്പെട്ടു. അവിടുത്തെ വലിയ വലിയ ചർച്ചുകളുണ്ട്, ഗ്രേസ് ചർച്ച്, അങ്ങനെ പല ചർച്ചുകൾ. അപ്പോൾ ഇവരുമായിട്ടൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ അവരൊക്കെ പറയുന്നത്, ഇവരൊക്കെ ബോർഡിൽ, അവർ ഈ KP യോഹന്നാൻ്റെ ഗോസ്പൽ ഫോർ ഏഷ്യ ബോർഡിലൊക്കെ ഉണ്ട്. അവരൊക്കെ പറയുന്നത് അവിടെയൊക്കെ ചർച്ചിൽ വരുമ്പോൾ അത്രമാത്രം റെസ്പെക്റ്റ് ആയിരുന്നു. ഓരോ അവിടുത്തെ മെമ്പേഴ്സും, ചർച്ചിലെ മെമ്പേഴ്സിനോട് ചർച്ച് പറയുമായിരുന്നു പുള്ളിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ. അങ്ങനെ അവരുടെ 10% കോൺട്രിബ്യൂട്ട് ചെയ്താണ് നിങ്ങൾ ഈ പറയുന്ന മില്യൺസ് ബില്യൺസൊക്കെ KP യോഹന്നാൻ ഇവിടെ ഉണ്ടാക്കി കാണിച്ചു. അപ്പം ഇയാളുടെ ആശുപത്രി പോലും, ഇയാളുടെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ഈ ചെറുവള്ളി എസ്റ്റേറ്റൊക്കെ പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കണം എങ്ങനെയാണ് പണം ഉണ്ടാക്കിയത്. അപ്പം അതിൻ്റെ മേളിൽ ഞെളിഞ്ഞിരിക്കുന്ന കേരളത്തിലെ ഗോസ്പൽ ഫോർ ഏഷ്യയുടെയും ബിലീവേഴ്സ് ചർച്ചിൻ്റെയൊക്കെ ആൾക്കാർ മനസ്സിലാക്കുക, നിങ്ങളൊക്കെ ബേസിക്കലി എവിടെയാണ് കയറിയിരിക്കുന്നത്. അതായത് ചതിവും വഞ്ചനയും അതുകൊണ്ട് മാത്രം നേടിയ പണത്തിൻ്റെ മുകളിൽ ഉണ്ടാക്കിയതിൻ്റെ മുകളിൽ നിങ്ങൾ കയറിയിരിക്കുന്നത്. നിങ്ങളുടെ മനസാക്ഷിയോട് ചോദ്യം, ആരെ ചതിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്? ഇതാണ് KP യോഹന്നാൻ എന്ന് പറഞ്ഞ ഏറ്റവും വെറുക്കപ്പെട്ടവൻ അമേരിക്കയിൽ. അപ്പോൾ അവിടെ മാത്രമല്ല, ഞാനിത് കണ്ടിട്ടുണ്ട്, ഇവരുടെ ഈ പണമൊക്കെ പിരിക്കുന്ന ആൾക്കാർ റോഡിലൊക്കെ നിന്ന് ഇങ്ങനെ തൂക്കിയിട്ടിട്ട് ഞങ്ങൾ ഗോസ്പൽ ഫോർ ഏഷ്യ, വാട്ട് എവർ ഫണ്ട് യു ഹാവ് യു ക്യാൻ ഗീവ്. ആ ഫണ്ടൊക്കെ എടുത്തുകൊണ്ട് ആൾക്കാർ പട്ടിണി കിടന്ന് ഉണ്ടാക്കിയ പണം സ്വരൂപിച്ച് വെച്ച് ആ ഫണ്ടൊക്കെ കൊടുത്ത പണമാണ് KP യോഹന്നാൻ ഈ കാണുന്ന സ്ഥലങ്ങളെല്ലാം മേടിച്ചിട്ടേക്കുന്നത്. അതിൻ്റെ മുകളിലൊക്കെ ഞെളിഞ്ഞിരിക്കുന്ന ഓരോരുത്തരോടും പറയുക, നീയൊക്കെ അനുഭവിച്ചിരിക്കും ഈ സംഭവം. കാരണം റിയാലിറ്റിയെ ഞാനിത് കണ്ടതായി. അത്ര ക്രൂരനായിരുന്നു ഈ പറയുന്ന താറാവ് വെച്ചുകിടക്കാരനായ ഈ വൃത്തികെട്ടവൻ. അവസാനം അയാൾക്ക് മനസ്സിലായ അയാൾ ഒന്നും അല്ലാതാകും. അതിൻ്റെ പേരിൽ സ്വയമായിട്ടങ്ങ് ബിഷപ്പായി, സ്വയമായിട്ടങ്ങ് വിശുദ്ധനായി. അയാളുടെ ഫാമിലിയെ പോലും അവിടെ ആരും മൈൻഡ്. ഇയാൾ മരിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കറിയോ, ഒരൊറ്റ ഒരാൾ പോലും തിരിഞ്ഞു നോക്കാനില്ലായിരുന്നു. അത്രയും
ഹൈറ്റ് ടവറിങ് പേഴ്സണാലിറ്റി ആയിരുന്നു കെ പി യോഹന്നാൻ മരിച്ചു കഴിഞ്ഞപ്പോൾ, ആക്സിഡൻറ്റിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ അമേരിക്കയിൽ ഒരാൾ പോലും ഇയാളെ തിരിഞ്ഞു നോക്കാൻ കണ്ടോളൻസ് പറയാൻ പോലും ആളില്ലായിരുന്നു. ആ രീതിയിൽ തരം താഴ്ന്ന് വൃത്തികെട്ടവരായിട്ട്, അതായത് ഇന്ത്യയിൽ നിന്ന് പോകുന്ന പല മിഷണറീസിന് പോലും ഇയാൾ അപമാനമായി മാറി. ഇതിനകത്ത് കൺക്ലൂഡ് ചെയ്യുന്ന പാർട്ട് മാത്രമേ ഉള്ളൂ. ഈ കെ പി യോഹന്നാൻ ഇപ്പോൾ വിശുദ്ധരാക്കാൻ പോവാണ് തിരുവല്ലയിലുള്ള കുറച്ച് ആൾക്കാർ. നിങ്ങൾ ആലോചിക്കുക, നിങ്ങളെ കാണിക്കുന്നത് ശരിയാണോ എന്ന്. എവിടുന്നാണ്, ആരുടെയാണ്, എന്താണ് ഈ പണം, എങ്ങനെയാണ് സ്വരൂപിച്ചത്? അതായത് ഈ വേണമെങ്കിൽ പറയാം ബ്ലഡ് മണിയാണിത് ബേസിക്കലി, അല്ലാതെ അവിടുത്തെ ലാവിഷായിട്ട് ജീവിച്ചയച്ചതൊന്നുമല്ല. കാരണം അത് നമുക്കവിടെ ചെന്ന് കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഞാൻ ഒരു സംഭവം പറയാം. ഇപ്പം ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന ക്രസ്റ്റ് വില്ലയിൽ, ക്രസ്റ്റ് വ്യൂവിൽ, അവിടെ താമസിച്ചുകൊണ്ടിരുന്നത് ലോസ് ഏഞ്ചലസിൽ പോയത്. അപ്പം അതിൻ്റെ ഒരു ഹൈപ്പർ മാർക്കറ്റുണ്ട്. അപ്പം അവിടെ അവരുടെ 2 പിള്ളേർ വന്നിരിക്കും, കൊച്ചു പിള്ളേർ. അവരുടെ അമ്മ ആ സമയത്ത് അവിടെ ഒരു ഹോട്ടലിൽ അക്കൗണ്ട് റിസപ്ഷനിസ്റ്റായിട്ട് വർക്ക് ചെയ്യും, ഒരു മോട്ടലിൽ. ഈ 2 പിള്ളേർ അവിടെ ഇരുന്ന് പടം വരച്ച് ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ആൾക്കാർ വെറുതെ ഡൊണേഷൻ കൊടുത്ത് എടുത്താൽ ഫ്രീ ആയിട്ട് എടുക്കാം, അവരുടെ പടമൊക്കെ. അപ്പം ഞാൻ അന്വേഷിച്ചു ഈ പൈസ എവിടെ പോകുന്നത്. ഈ പിള്ളേരോട് ഞാൻ ചോദിച്ചു. ഞാനൊരു സാധനം മേടിച്ചിട്ട് ഞാനും അതിൻ്റെ ഒരു $5 കിട്ടും. അപ്പോഴാണ് അതിൻ്റെ സംഭവം. അതായത് നിർധനരായ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി പല ആൾക്കാരും ലോകത്തിൻ്റെ പല ഭാഗത്ത് സർവീസ് ചെയ്യുന്നുണ്ട്. അതായത് പണമില്ലാത്ത കുട്ടികൾ, ഹാൻഡിക്യാപ്ഡായിട്ടുള്ള കുട്ടികൾ, അതേപോലെ തന്നെ ഈ ഫിസിക്കലി പ്രശ്നമുള്ള കുട്ടികൾ, മന്ദബുദ്ധി, ചെറിയായിട്ട് പ്രശ്നം, അങ്ങനെയുള്ള കുട്ടികൾ. അവർക്ക് വേണ്ടിയാണ് 2 കൊച്ചു കുഞ്ഞുങ്ങൾ ഇരുന്ന് പടം വരച്ച് ആൾക്കാരെ ഇന്ന് ഡൊണേഷൻ മേടിച്ചാണിത് ഇതേപോലെയുള്ള കെ പി യോഹന്നാനെ ഓർഗനൈസേഷന് കൊടുക്കുന്നത്. ഈ കെ പി യോഹന്നാൻ്റെ കൂടെ ഉള്ളവനൊക്കെ മനസ്സിലാക്കണം. അതായത് കൊച്ചു കുട്ടികൾ, അവർ വരെ ലോകത്തിലെ പല കുട്ടികൾക്കും അവർക്ക് പഠിക്കാൻ പറ്റുന്നു, അവർ മറ്റുള്ളവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പൈസ കളക്ട് ചെയ്ത് കൊടുക്കാം. ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് ഷോക്കിംഗ് ആയി. ഞാൻ പയ്യൻ്റെയൊക്കെ പടം എടുത്തിട്ടുണ്ട്. പക്ഷെ ആ പടം ഇന്നത്തെ ഉപയോഗിക്കുന്നത് തെറ്റാണ്. ആ കൊച്ചു പയ്യൻ, അതായത് ഏകദേശം അവന് എത്ര വയസ്സ് വരും, ഒരു 10-11 വയസ്സ് വരും. ആ കൊച്ചുകുട്ടി, അവൻ്റെ സിസ്റ്റർ, അവൾക്ക് വരും ഏകദേശം 7-8 വയസ്സ്. 2 കുഞ്ഞുങ്ങൾ ഒരു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഒരു മൂലയ്ക്കിരുന്ന് പടം വരച്ച് പണമുണ്ടാക്കി, ആ പണം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ, ഇന്ത്യ പോലുള്ളിടത്ത് അവരുടെ നിന്ന് പണം അടിച്ചു മാറ്റുന്ന കെ പി യോഹന്നാൻ, അവനെയൊക്കെ പിന്താകുന്ന ഇപ്പോഴത്തെ അവന്മാരൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ദൈവം എന്നൊരു സംഭവം ഉണ്ടെങ്കിൽ ഈ അമേരിക്കൻസ് പറഞ്ഞ കാരണം ദൈവം കൊടുത്ത ശിക്ഷയാണ് അവൻ വണ്ടി ഇടിച്ച് ചത്തത്. ഈ വാക്കാണ് പറഞ്ഞത്. ഐ വാസ് ഷോക്ക് ദ വേ ദേ ആർ ടോക്കിംഗ്. മനസ്സിലാക്കുക, അവരുടെ കൂടുള്ളവരെ, അയാളെ സഹായിക്കുന്നവരൊക്കെ എങ്ങനെയാണ് ഇയാൾ പണം ഉണ്ടാക്കിയത്. അതായത് അവിടെ പല ആൾക്കാരും പല രീതിയിലുണ്ടല്ലോ. അതായത് മുഴുവനും കള്ളത്തരങ്ങളും കപടതകളും ചതിവും വഞ്ചനയും, ഇതിൽ കൂടെ പണമുണ്ടാക്കി അത് കേരളത്തിലും മറ്റിന്ത്യയിലെല്ലാം മേടിച്ചിട്ടു. മനസ്സിലാക്കുക, ഇത് തന്നെയായിരിക്കും ഇതേപോലെയുള്ള കള്ളത്തരവും വഞ്ചനയും ചെയ്ത് ഈ സുവിശേഷം പറഞ്ഞ് അടിച്ചു മാറ്റുന്നവനൊക്കെ എങ്ങനെയാണെന്നുള്ളത് അവിടെ ചെന്ന് കണ്ടാലേ മനസ്സിലാവത്തുള്ളൂ. അവരൊക്കെ എങ്ങനെയാണ് ഇവരെ നോക്കിക്കാണുന്നത്. അത്ര ഓണസ്റ്റി ആയിട്ടാണ് അവരൊക്കെ ഓരോ ഫണ്ട് ചെയ്യുന്നത്. അതിനെയാണ് ഇത്രമാത്രം ഹീനമായ രീതിയിലാക്കിയെടുക്കുന്നത്. ഇതിനകത്ത് എനിക്ക് കൂടുതലൊന്നും ഫർദർ പറയാനില്ല, കാരണം ഇത് ഞാൻ നേരിട്ട് കണ്ടത്. കാരണം ഈ ഇൻവെസ്റ്റിഗേഷനിൽ ഇയാളെ പുറത്തു കൊണ്ടുവരാൻ ഞാൻ വിശ്വസിക്കുന്നത് ദൈവിക കൃപയായിട്ടാണ് എനിക്ക് തന്നത്. കാരണം ഞാൻ തന്നെ പോയി തന്നെ ഇയാളെ തന്നെ പൊക്കേണ്ടി വന്നു. അപ്പോൾ അതൊരു ഒരു 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 എങ്ങനെയാണ്, എന്ത് മിത്തോളജി ആണെങ്കിലും എന്ത് പറയുവാണെങ്കിലും അതിൽ ഞാൻ പാർട്ടാകാൻ എനിക്ക് അവസരം കിട്ടി. കാരണം ഇതേപോലെയുള്ള വൃത്തികെട്ടവന്മാരെ എക്സ്പോസ് ചെയ്യേണ്ടത് ഈ സമൂഹത്തിൻ്റെ, ഈ ലോകത്തിൻ്റെ ആവശ്യമാണ്.